അസ്സലാമലൈക്കും. അപ്പം ഞാൻ നിങ്ങളെല്ലാവരും ബ്ലൗസ് വെട്ടി തയ്ക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ചെറിയ ചെറിയ പാർട്ടായിട്ട് ഓരോ ദിവസമായിട്ട് ഇട്ട് തരാം കേട്ടോ. കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അഡ്വാൻസ് ക്ലാസ്. ഈ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും പിന്നെ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പഠിപ്പിക്കണതെന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ്. ഇത് സാരിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ. പച്ച കളറായിരുന്നു സാരി, മുന്താണി എന്താ പറയുക മജന്ത കേട്ടോ. അപ്പോൾ ഈ സാരിയിൽ നിന്ന് എടുക്കുന്ന ബ്ലൗസ് എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ട. അപ്പോൾ നമ്മുടെ ടേപ്പിന് ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. ഇത് ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇത് സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ അറിയാവുന്നവർ അറിയായിരിക്കാം, എങ്കിലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ 100 സെൻറ്റിമീറ്ററാണ് നമുക്ക് 1 മീറ്റർ. അപ്പോൾ ഈ ബ്ലൗസ് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്ര ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എങ്ങനെ തയ്ക്കാമെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആകെ ഇതുള്ളത് എത്രയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ബ്ലൗസല്ല കേട്ടോ. ബ്ലൗസ് തയ്ക്കുന്നത് എൻ്റെ അളവിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് പീസ് ഉമ്മച്ചിക്ക് ഒരു സാരി എടുത്തതെന്നുള്ള ബ്ലൗസ് പീസ്. അപ്പോൾ ഉമ്മച്ചി 2x2 ബ്ലൗസ് മാത്രമേ ഇടുള്ളൂ. ഇങ്ങനെ ലൈനിങ് ഉള്ള ബ്ലൗസ് ഇടാറില്ല. അതേ നോക്കി 70 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് അളക്കരുത് കേട്ടോ. അതായത് ഈ പിഞ്ഞിരിക്കുന്ന ഭാഗം അളക്കരുത്, അതിന് മുമ്പ് വരെ അളന്ന് നോക്കുക. ഇപ്പോൾ 70 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ നമ്മുടെ ബ്ലൗസ് പീസ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അളവിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുന്നത്. എൻ്റെ ഒരു പഴയ ബ്ലൗസൊക്കെ ഞാൻ എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഞാൻ 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. എനിക്ക് സാധാരണ ബ്ലൗസ് അടിക്കാൻ ഞാൻ 1.25 മീറ്ററാണ് കേട്ടോ മെറ്റീരിയൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ കഷ്ണങ്ങളൊന്നും പുറത്തൊന്ന് കൂട്ടി യോജിപ്പിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. കട്ടിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിലും ഇതേ സെയിം പീസ് തന്നെ വെക്കണേക്കാണ് എനിക്കിഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിങ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ സാധനമല്ല. ഇപ്പോൾ ഇത്തിരി കൂടുതൽ വാങ്ങിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൗസ് മൊത്തത്തിൽ ഒരേ കളറായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കട്ടിങ്ങിൻ്റെ താഴെയൊക്കെ വേറെ കളറൊക്കെ വരില്ലേ. ഇതിൻ്റെ ഒരു പഴയ ബ്ലൗസാണ് കേട്ടോ. പഴയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ ബ്ലൗസാണ്. കല്യാണ ബ്ലൗസ് ആ സാരിയിൽ വന്നുള്ളത് പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അന്നേരം തന്നെ ഒരു 18 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 22 വർഷമായി. ആദ്യം ഇട്ട ബ്ലൗസ് കൈ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് ഒരു ഇത്തിരിയും കൂടെ കൈ നീളം വെച്ചിട്ട് ഞാൻ തയ്ച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം നമുക്ക് കൈ നീളം ഒന്ന് അളന്നെടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലൗസ് തയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, കൈ നീളമാണ് അളന്നെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഈ ചുളിവൊക്കെ നീക്കി നല്ല നീറ്റായിട്ട് ഇട്ടിട്ട് നമുക്ക് അളന്ന് നോക്കാം. അതായത് ഈ തയ്യൽ കണ്ടോ, ഈ തയ്യലിൽ നിന്ന് തുമ്പ് വരെയുള്ള ഇറക്കം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ആ തയ്യലിൻ്റെ ആ ഭാഗത്ത് തന്നെ ടേപ്പ് വെക്കാം. ഇറക്കം നോക്കി 9 ഇഞ്ച്. 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ തീരെ ഇറക്കം ഉണ്ടാവില്ല കേട്ടോ. മുമ്പൊക്കെ ഈ ബ്ലൗസ് ഫാഷനായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽബോ വരെ, അതായത് നമ്മുടെ മുട്ടിന് മുകളിലായിട്ട് നിൽക്കണം ബ്ലൗസിന് ഇത്തിരി ഭംഗി ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് നീളം കൂട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മതിയെങ്കിൽ അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 9 ഇഞ്ചാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 11 ഇഞ്ചിൽ ഞാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് ഇടുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈൻ്റെ വീതി എടുക്കുന്നതാണ്. അതെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അളന്ന് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതെനിക്ക് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 7 പോരാ, 7.5 വേണം. 1 ഇഞ്ചെങ്കിലും കൂടുതലാണ്. 7 എന്ന് പറയുമ്പോൾ 2 സൈഡിലും കൂടെ ആകുമ്പോൾ 1 ഇഞ്ച് ആവൂലേ. അപ്പോൾ നിങ്ങളോട് കസ്റ്റമർ വന്നിട്ട് 1/2 ഇഞ്ച് കൂടുതൽ വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു സൈഡിൽ അതായത് ഇങ്ങനെ സൈഡ് മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യരുത് കേട്ടോ. 1/4 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ടോട്ടൽ 1/2 ഇഞ്ചാവും. അഥവാ ഇനി 1 ഇഞ്ച് കൂട്ടണം എന്ന് പറഞ്ഞാലോ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ 2 സൈഡിലും കൂടി ആകുമ്പോൾ 1 ഇഞ്ച് ആവൂലേ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൊട്ട പോലെ ആയി പൂട്ട ബ്ലൗസ്. അപ്പോൾ ഇതാ നോക്കിയേ, കൈ നീളം നമ്മൾ അളന്നു, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി കൈ വീതി നമ്മൾ 7 ഇഞ്ചാണ് ഇതിലുള്ളത്. ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, 7 + 1/2 എന്ന് പറയുമ്പോൾ 7.5. പിന്നെ തയ്യൽത്തുമ്പോൾ 1.5 ഇഞ്ച് കൊടുക്കണ്ടേ. അപ്പോൾ 9 ഇഞ്ച് വീതി വേണം കേട്ടോ കൈൻ്റെ. അതനുസരിച്ച് അപ്പോൾ താഴത്തേക്ക് തയ്യൽത്തുമ്പോൾ 1.5 ഇഞ്ച് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക. നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് 7 തന്നെ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ കൈയുടെ വീതി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ഇഞ്ച് മാത്രം കൈയിൻ്റെ വീതി കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ സ്ലീവ് വിഡ്ത്തും കൂടെ എഴുതി വെക്കാം കേട്ടോ. സ്ലീവിൻ്റെ വീതി നമുക്ക് വേണ്ടത് എത്രയാണ്, 7.5 ഇഞ്ച്. 7 ബ്ലൗസിലുള്ളത്. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ഇഞ്ചാണ് ഞാനിവിടെ എഴുതി വെക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് എത്ര ആഡ് ചെയ്യേണ്ടത്, 1.5 ഇഞ്ച്. അപ്പോൾ ആ 1.5 കൂടെ നമുക്ക് എഴുതിയെടുക്കണം കേട്ടോ.
അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് 11 അല്ലേ, അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുന്നതായതുകൊണ്ട് തന്നെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ച് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. അതായത് സ്ലീവിൻ്റെ നീളത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക കേട്ടോ. അടിയിലും മുള്ള അര ഇഞ്ച് പോകില്ല, അപ്പോൾ നമുക്ക് കറക്റ്റാവും. അതുപോലെ തന്നെ സ്ലീവിൻ്റെ വീതിയുടെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുക. 7.5 + 1 8 9 ഇഞ്ച് നമുക്ക് വീതി വേണം കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ കൈ എങ്ങനെയാണ് നീളം എടുക്കേണ്ടതെന്നും വീതി എടുക്കേണ്ടതെന്നും മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണെന്ന് വിചാരിക്കുക. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലീവ് 11 അല്ലേ, ഈ 11ൻ്റെ കൂടെ 1 കൂട്ടിയതിന് പകരം 1.5 ഇഞ്ച് കൂട്ടുക. അപ്പം നമുക്കിവിടെ 12.5 കിട്ടും. മനസ്സിലായോ? അതായത് കൈയിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് കൈ അടിഭാഗം മടക്കി അടിക്കണ്ടേ. ഇതാകുമ്പോൾ അടിച്ച് മറിച്ചാൽ മതിയല്ലോ. അതാണ് കേട്ടോ. അടിച്ച് മറിക്കാൻ 1.5 ഇഞ്ച് മതി, മടക്കി അടിക്കാൻ 1 ഇഞ്ച് വേണം. അതിനാണ് അവിടെ ആ ഒരു വ്യത്യാസം വരുന്നത്. ഇതിപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതാ ഇത് ലൈനിങ് ആണ്. നമ്മൾ ഫസ്റ്റ് ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഒരു ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഒരു പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ലൈനിങ് ഓൾമോസ്റ്റ് 2 മടക്കിയാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ഒന്നുകൂടെ മടക്കുമ്പോൾ നമുക്ക് 4 മടക്കിയിട്ട് ഒന്ന് അളന്ന് നോക്കുക. നമ്മുടെ കൈൻ്റെ വീതി എത്തൂല. ആ പേപ്പറോടെ വെച്ചിട്ട് പറഞ്ഞു തരണേ. കണ്ടോ നോക്കിയേ, കൈൻ്റെ വീതി എത്തൂല. അപ്പോൾ നമ്മളിതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാ, ഒന്ന് ഇങ്ങോട്ട് ഇറക്കിയിടുക കേട്ടോ. കണ്ടോ, കൈ വീതി കൂട്ടിയതാണ്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് അളന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം ഒക്കെ 9 ആയിട്ടുണ്ട്. 9 മതി. കണ്ടോ, കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പീസ് വെച്ച് കൊടുത്താൽ മതി, ഓക്കെ ആവും. അപ്പോൾ നമ്മൾ കൈ എങ്ങനെ മടക്കിയിട്ടെന്ന് മനസ്സിലായില്ലേ? ശ്രദ്ധിച്ച് കണ്ടോളണം കേട്ടോ. അപ്പോൾ കൈനീളം നമുക്ക് എത്രയാണ് വേണ്ടത്? 11 + 1 12 നമുക്ക് വേണ്ടത്. ഓക്കെ, പേപ്പർ അവിടെ തന്നെ വെക്കാം. 12 നമുക്കിതാ മാർക്ക് ചെയ്യാം. ഇവിടെ കേട്ടോ. 11 + 1 12 മാർക്ക് ചെയ്യണം. മടക്ക് വശത്ത്, ഓപ്പൺ വശത്തല്ല, മടക്ക് വശത്ത്. കണ്ടോ. ഇനി നമുക്ക് ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഒരു പീസ് വെക്കാനുണ്ട്. അത് ലാസ്റ്റ് വെക്കാം കേട്ടോ. ഈ ഓപ്പൺ സൈഡിൽ കണ്ടോ, ഇത് തേരുഭാഗമാണ്. തേരുഭാഗത്താണ് കേട്ടോ നമ്മൾ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. മടക്ക് ഭാഗത്താണ് നമ്മുടെ കൈക്കുഴി ഇപ്പോൾ മാർക്ക് ചെയ്യണം, മടക്ക് ഭാഗത്തിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ 12 മാർക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതാ ഇവിടെ നമുക്ക് 12 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 12 കേട്ടോ ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ടാണ് 1 ഇഞ്ച് കൂട്ടിയത്. അതും പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇതാ ഇതിങ്ങനെ നേരെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൈക്കുഴി ആ കേവ് മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഈ ഓപ്പൺ സൈഡിലില്ലേ, ആ ഈ ഓപ്പൺ സൈഡിൽ നിന്ന് താഴത്തേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ചിലർ 3 മാർക്ക് ചെയ്യണവരുണ്ട്, ചിലർ 2.5 മാർക്ക് ചെയ്യണവരുണ്ട്. ഞാൻ 4.5 മാർക്ക് ചെയ്യണം. അതിനനുസരിച്ചാണ് ഞാൻ കൈക്കുഴി റെഡിയാക്കണതും. അത് നിങ്ങൾക്ക് കൈക്കുഴിയൊക്കെ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇത് നോക്കി ഇതുപോലെ കേവ് ചെയ്ത് അമ്പിളിയമാവനെ പോലെ വരച്ചു കൊടുക്കാം. ഒട്ടും വളവ തിരുവ ഒന്നുമില്ല കേട്ടോ. നല്ല ആർച്ച് പോലെ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 ഇഞ്ചൊക്കെ മാറ്റിയിട്ട് പോയിൻ്റ് ഒന്നും ഇടണ്ട കേട്ടോ. 3 3.5 ഒരു ഏകദേശം എല്ലാവർക്കും ഒരേ അളവാണ് അവിടെയൊക്കെ. എന്നിട്ട് ഇവിടം വരെ ഒരു 3.5 ഇഞ്ചൊക്കെ കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് വളച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം. ഇതൊരു കൈയിൻ്റെ ഷേപ്പാണ് കേട്ടോ. ഇത് ഫ്രണ്ട് സൈഡ് മാത്രമല്ല, 2 സൈഡിൽ നമുക്ക് ഇതുപോലെയാണ് കൈക്കുഴി കുഴിച്ച് വെട്ടേണ്ടത്. കൈയിൻ്റെ ഷേപ്പാണത്. അത് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇനി കൈയിൻ്റെ വീതി നമ്മൾ എടുക്കണം, അടിഭാഗത്തെ വീതി. ഇതിപ്പോൾ 5.5 ഇഞ്ചാണ് അടിഭാഗത്തുള്ളത്. ഞാൻ പറഞ്ഞില്ലേ എനിക്കത് പോരാ, 1/2 ഇഞ്ച് കൂട്ടണമെന്ന്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മളെന്താണ് 1.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ കേട്ടോ, 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും നമ്മുടെ കൈക്കുഴിയിലെ മാർക്കും കൂടെ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസത്തെ വീഡിയോയും കണ്ടോളണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കാണിക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ കട്ടിങ്ങും സ്റ്റിച്ചും കൂടെ ഒറ്റയടിക്ക് ഫുള്ളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒത്തിരി വലിയ വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പാർട്ടായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എന്നോട് നേരിട്ട് സംശയം ചോദിക്കാൻ പറ്റും. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ തീർത്തു കൊടുക്കും കേട്ടോ. നല്ല ക്ലാസ്സാണ്. 1-2 ദിവസമായിട്ടാണ് വരുന്നത്. വാട്സപ്പിലൂടെയാണ്. ഇവിടെ ഒരു പീസ് വെക്കണത് നമുക്ക് ലാസ്റ്റ് വെക്കാം കേട്ടോ. വാട്സപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ഇരിക്കണമെന്നൊന്നുമില്ല. ബ്ലൗസും ചുരിദാറും എല്ലാം പഠിപ്പിക്കേണ്ട കേട്ടോ. ബ്ലൗസ് ഒരു മോഡലല്ല, പ്രിൻസസ് കട്ട് ബ്ലൗസും ബാക്ക് ഓപ്പൺ ബ്ലൗസും എല്ലാം പഠിപ്പിക്കേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് സാരി മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് ചില ബ്ലൗസുകൾ സാരി കിട്ടുമ്പോൾ ഒരു സൈഡിൽ മാത്രമായിരിക്കും ബോർഡർ ഉണ്ടാവുക. ബ്ലൗസിനൊക്കെ ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും ബോർഡർ. സാരിക്ക് 2 സൈഡിലും ഉണ്ടെങ്കിലും ബ്ലൗസ് നമുക്ക് ചിലപ്പോൾ ഒരു സൈഡിലാവുമ്പോൾ നമ്മളിതുപോലെ മടക്കി കണ്ടോ
കറക്റ്റാക്കി ഇങ്ങനെ മടക്കിയതിന് ശേഷം എന്താ ചെയ്യുക, ദേ ഇങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മുടെ ലൈനിങ്ങും എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പക്ഷേ എല്ലാ സൈഡിലും നമ്മൾ ജോയിൻ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. 4 സൈഡിൽ നമ്മൾ ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഈ സാരിയുടെ പ്രത്യേകത എന്താണ്, ഇതിന് 2 സൈഡിലും ഒരുപോലെയാണ് ഇതുപോലെ ബോർഡർ വന്നേക്കുന്നത്. ഈ സൈഡിലും ഉണ്ട്, അതുപോലെ തന്നെ മുകളിലത്തെ സൈഡിലും അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ജോയിൻ്റ് ഒഴിവാക്കാനായിട്ട് നമ്മളെങ്ങനെ വെട്ടണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഒരേപോലത്തെ ബോർഡർ 2 സൈഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയണ പോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇതൊരുപാട് വില കൂടിയ സാരിയൊന്നും അല്ല കേട്ടോ, എന്തോ 1000 1500 അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല മെറ്റീരിയലാണ്, പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്, നല്ല സോഫ്റ്റ് സിൽക്കാണ്, അടിപൊളിയാണ്. ഞാൻ ഉടുത്ത് നോക്കണം ഇന്ന് സാരി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇങ്ങനെ മടക്കിയിട്ടിട്ട് കറക്റ്റാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ ലൈനിങ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ വെട്ടിയെടുത്ത് ബാക്ക് എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ എല്ലാം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാ ദിവസവും ഇതിൻ്റെ ബാലൻസിന് ഇപ്പോൾ ബാക്ക് കട്ട് ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൈ വെട്ടിയെടുക്കുകയാണ്, കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ഒട്ടും ഇതൊന്നും തെന്നിയൊന്നും പോരുത്തിട്ട് കണ്ട. ഇവിടെ താഴത്തെ തേര് ഭാഗം ഉണ്ടല്ലോ, കുറേ വീതി, 1 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ അതിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോർഡറും കൂടെ കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ബോർഡറിൻ്റെ വീതി പകുതിയാക്കുക. 1/2 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബുദ്ധിയാണ് കേട്ടോ. നമ്മൾ അത് വേണമെന്നുണ്ടെങ്കിൽ വേണം നോക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അത് വേണ്ട. ഇപ്പം നമ്മളിതിങ്ങനെ തയ്ച്ച് കഴിയുമ്പോഴല്ല ആ ഒരു കസവ് ബോർഡർ മാത്രമേ അറ്റത്ത് വരുള്ളൂ, അതിന് ശേഷമുള്ള തേര് ബോർഡർ വരില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും വരണം. ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ പോർഷനായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കാണുക. പിന്നെ ക്ലാസ്സിൽ ചേരണമെന്നുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൾ ചെയ്യുക കേട്ടോ. നല്ല ക്ലാസ്സാണ്, ആരും മിസ് ചെയ്യരുത്, മിസ്സാക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ടൈലറിങ് സ്ഥാപനം ഇടാനൊക്കെ പറ്റും കേട്ടോ. ആരുടെ അളവ് വേണമെങ്കിലും നമുക്ക് എടുത്ത് ചെയ്യാവുന്ന രീതിയിലാണ്. അല്ലാതെ അളവ് ചുരിദാർ വെച്ചിട്ടോ അളവ് നൈറ്റി വെച്ചിട്ടോ മാത്രമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ട് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി പിള്ളേർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമാണ്, ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ ഞാൻ അടുത്തിരുന്ന് പഠിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ കയറണമെങ്കിൽ മടിച്ച് നിൽക്കണ്ട കേട്ടോ. വേഗം എന്നെ കോൾ ചെയ്തോളൂ. കമൻറ്റ് ബോക്സിൽ ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്